അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ക്ഷമ നാം കൈവരിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മുടെ കൂടപ്പിറപ്പാകണം ക്ഷമ എന്നുള്ളത്. ദേഷ്യം പിശാചിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. നാം വിനയമുള്ളവരായിരിക്കണം. ക്ഷമ ഒരാളെ മാന്യനാക്കുമ്പോൾ ദേഷ്യം അവനെ ദുഷ്കർമ്മങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ക്ഷമാശീലരാകുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം ജീവിതത്തിൽ. അതിനെയൊക്കെ തരണം ചെയ്യാൻ നാം തയ്യാറാകണം, ശ്രമിക്കണം. അസ്വബുറു നിസ്ഫുൽ ഈമാൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളാണത്. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാകുന്നു? ക്ഷമ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെ നമ്മൾ തരണം ചെയ്യണം. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അവനിൽ ക്ഷമ ഉണ്ടായിരിക്കും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല പ്രയാസങ്ങളും വരും. ആ സമയത്തെല്ലാം അവൻ ക്ഷമിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മകളാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിനി, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒന്നുമില്ലായ്മയില്ല. ഇൻ അസാബതു സറാഹ്, അവന് വല്ല നന്മകളും ഉണ്ടായാൽ ശകറ, അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. ഒരു ഗുണം അവന് സംഭവിച്ചാൽ അള്ളാഹുവേ നിനക്ക് നന്ദി, നിനക്ക് ശുക്ർ എന്ന് പറയും. ഫകാന ഖൈറുൻ ലഹു, അത് അവന് നന്മയാണ്. വൈൻ അസ്വാബതു സറാഹ്, അവന് വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായി, അവന് കൃഷിനാശം സംഭവിച്ചു, അവൻ്റെ കച്ചവടത്തിൽ പരാജയം സംഭവിച്ചു, അതല്ലെങ്കിൽ അവൻ പരീക്ഷയിൽ പരാജയപ്പെട്ടു, മറ്റു പല എന്തെങ്കിലും പ്രതിസന്ധികൾ അവനെ നേരിട്ടാൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറുൻ ലഹു, അതും അവന് നന്മ തന്നെയാണ്. സഹീഹുൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിലും നന്മയാകട്ടെ തിന്മയാകട്ടെ അത് അവന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. നന്മയുണ്ടാകുമ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്യുക. അള്ളാഹുവോട് ഒരിക്കലും നന്ദി കേട് കാണിക്കാൻ പാടില്ല. നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു നമുക്ക് നന്മകൾ ചെയ്യുക ഇല്ല. ഇനി പ്രയാസങ്ങളുണ്ടായാൽ നമ്മൾ ക്ഷമിക്കാതിരിക്കാനും പാടില്ല. അതിന് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ശദീദു ബിസ്സുർആ, ഗുസ്തി പിടിക്കുന്നവനല്ല അശക്തവാൻ. ഇന്നമ ശദീദു, ആരാണ് ശക്തവാൻ? അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ സ്വന്തം ശരീരത്തെ അടക്കി ഒതുക്കി പിടിച്ചു നിർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തവാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണിത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദേഷ്യം നമ്മൾ ആരോടും പാടില്ല. നമ്മോട് ഇങ്ങോട്ട് കോപിച്ചവനോട് നാം അങ്ങോട്ട് കോപിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവനോട് ക്ഷമിക്കുകയാണ് വേണ്ടത്. ഇങ്ങോട്ട് ഒരുത്തൻ നമ്മെ ചീത്ത വിളിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ച് ചീത്ത വിളിക്കലല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. മറിച്ച് ആ സമയത്ത് അവൻ്റെ ശരീരത്തെ കെട്ടിയിടണം, ക്ഷമിക്കണം. ക്ഷമിക്കാനുള്ള മനസ്സ് അവന് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവനാണ് ആര്? ലൈസ ശദീദു ബിസ്സുഅതി ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഗണത്തിൽ പെടുക. ദേഷ്യപ്പെടുമ്പോൾ സ്വന്തം ശരീരത്തെ ഒതുക്കി പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ അത് പലപ്പോഴും പല അപകടങ്ങളിലേക്കും എത്തിക്കാൻ അവന് സാധ്യതയുണ്ട്. ചിലപ്പോൾ അവന് വ്യക്തിപരമായ നഷ്ടങ്ങൾ മാത്രമല്ല, അവന്റെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിന് പോലും നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. എത്രയെത്ര കൊലപാതകങ്ങളും എത്ര അക്രമങ്ങളുമാണ് ക്ഷമയില്ലാത്തതിന്റെ പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പ്രയാസം അനുഭവിക്കുമ്പോൾ അവനൊരു കടുംകൈ ചെയ്യാൻ പാടില്ല. ഇന്ന് ആത്മഹത്യകൾ പെരുകുന്ന കാലങ്ങളാണ്. എന്തിന്റെ പേരിൽ? ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു, അതല്ലെങ്കിൽ എന്തോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി, അതല്ലെങ്കിൽ കച്ചവടത്തിൽ ചെറിയ നഷ്ടങ്ങൾ സംഭവിച്ചു. ഇതോടുകൂടി അവൻ ജീവിതം അവസാനിപ്പിക്കുന്നു. മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ക്ഷമിക്കുക. നമുക്ക് ഈ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വിജയത്തിൻ്റെ മുന്നോടിയായുള്ള പരാജയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന. ഒരു വിശ്വാസി, പുരുഷനായ വിശ്വാസിക്കും സ്ത്രീയായ വിശ്വാസിക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി, അവൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, മാനസികപരമായ പ്രയാസങ്ങൾ കൊണ്ട്, ശാരീരികപരമായ വേദനകൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, മറ്റു പല നിലക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അവന് വന്നുകൊണ്ടിരിക്കും. വവലദിഹി, അവൻ്റെ മക്കളിൽ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ മക്കൾക്ക് രോഗങ്ങൾ, അല്ലെങ്കിൽ മക്കൾക്ക് പലതായ പ്രയാസങ്ങൾ. വമാലിഹി, അവൻ്റെ സമ്പത്തിൽ അവന് അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, അഥവാ മരണം വരെ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അടിക്കടി വന്നുകൊണ്ടിരിക്കും. ആ സമയത്തെല്ലാം അവൻ എന്ത് വേണ്ടത്? ക്ഷമിക്കുകയാണ് വേണ്ടത്. ആ ക്ഷമ ഒരാൾ അവൻ കൈമുതലാക്കിയാലോ അവൻ എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കും. മറ്റൊരു ഹദീസ് കൂടി നമുക്ക് കേൾക്കാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റജുലൻ, ഒരു ആൾ, ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഔസിനി, ഹബീബേ, എന്നോട് വല്ല വസിയത്തും ചെയ്താലും, എനിക്ക് ഉപകാരപ്പെടുന്ന പലതും പറഞ്ഞു തന്നാലും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, മോനെ ദേഷ്യപ്പെടരുത്. ഫറദ്ദദ മിറാറൻ, അത് ആവർത്തിച്ചു. അപ്പോൾ എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു എന്താണ്? ലാ തഗ്ളബ്, മോനെ ദേഷ്യപ്പെടരുത്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാനുണ്ട്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആരോടും ദേഷ്യപ്പെടരുത്. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ ക്ഷമിക്കുക. ക്ഷമ ഈമാനിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമമുണ്ടല്ലോ, അവസാന 99 നാമം. ഇതിൽ അവസാനത്തെ നാമം എന്താണ്? യാ സബൂർ യാ അള്ളാഹ്. അള്ളാഹു കൂടുതൽ ക്ഷമിക്കുന്നവനാണ്. നമുക്ക് അള്ളാഹു എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ക്ഷമിക്കാനുള്ള മനക്കരുത്ത് ജഗന്നിയന്താവായ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.